നമസ്കാരം. അംശു മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈയിലെ പ്രതിഭകൾക്കായി ഒരുക്കിയ മ്യൂസിക് റിയാലിറ്റി ഷോയിലെ മെലഡി റൗണ്ടിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ 18 ഗായകരാണ് മാറ്റുരച്ചത്. ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി കഴിവുള്ള ഗായകരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിഞ്ഞു എന്നതാണ് ഈ പരിപാടിയുടെ വിജയം. പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാറും പ്രീത കണ്ണനുമാണ് വിധികർത്താക്കൾ. മെലഡി റൗണ്ടിൽ മികവ് തെളിയിക്കാനായി അടുത്തതായി വേദിയിൽ എത്തുന്നു ആശ മിഥുൻ. ഹലോ ആശ. ഹലോ ചേച്ചി. നാടൻ പാട്ട് താവം ഗ്രൂപ്പിന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് ഒക്കെ കളിച്ച് പാടിയിട്ട് നന്നായിരുന്നു. അതിനു മുമ്പ് പെർഫോമൻസ് റൗണ്ട് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പാടിയിട്ടുണ്ടോ? ഇത്രയും കളിച്ചിട്ടില്ല, പക്ഷെ അവര് കളിപ്പിച്ചു അല്ലേ നല്ലതുപോലെ. ഒരു നിവൃത്തിയില്ലായിരുന്നു, കളിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ മെലഡി റൗണ്ടിൽ ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? ഇന്നലെ നീ ഒരു. എല്ലാം ഒന്നിനൊന്ന് മികച്ച പാട്ടുകളാണ് ഈ വേദിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ആശയോട് ചോദിക്കാനുള്ളത്, ഡെഫിനറ്റ്ലി പേരൻസ്, നമ്മുടെ ഗുരുക്കന്മാർ, അവരെപ്പോഴും നമ്മുടെ സ്ട്രോങ് സപ്പോർട്ടേഴ്സ് ആയിരിക്കും, അതിനൊരു സംശയമില്ല. അവരല്ലാതെ ആശയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാൻ, ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാൻ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കുക? പേരൻസും ഗുരുക്കന്മാരും അല്ലാതെ. കാരണം അവർ ഒബ്വിയസ് ആണ്. പേരൻസും ഗുരുക്കന്മാരില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കില്ലല്ലോ. അതല്ലാതെ യുവർ സ്ട്രെങ്ത്. ഇപ്പോൾ കറന്റ്ലി ഹസ്ബൻഡ്. Always he'll be your strength. God bless you for that. So thanks to all the husbands, including mine, for being our support. Asha, wish you all the best.
ആശ പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ വളരെ നീറ്റായി പാടാൻ പറ്റിയോ? യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ പെർഫോമൻസ്? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ. ആശ ഓർക്കസ്ട്ര സിംഗിങ്ങിന്റെ വേറെ ട്രെയിനിങ് എടുക്കുന്നുണ്ട് അല്ലേ? ട്രെയിനിങ് അല്ല, പറഞ്ഞാൽ പാടുണ്ട്, ആ, അത്രേ ഉള്ളൂ. പ്രോഗ്രാംസിനും ഓർക്കസ്ട്രയിലും പാടും. ഓർക്കസ്ട്രാസിൽ പാടുന്നുണ്ട്, അല്ലാണ്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പേടിയാവുന്ന ഒരു അവസ്ഥയായി അല്ലേ? ഇല്ല, പഠിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. അതെന്തുകൊണ്ടും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ പെർഫോമൻസിന്റെ നമുക്ക് എന്താണെന്നുള്ള ജഡ്ജ്മെന്റ് അറിയാം. പ്രീത മാം. ആശ, ചേച്ചി, നല്ല ശബ്ദം, താങ്ക് യു. നല്ല സിംഗിങ്, കുറച്ചും കൂടെ എക്സ്പ്രഷൻ വേണം എന്ന് എനിക്ക് തോന്നി ഇല്ലേ? ഇതിൽ ഭയങ്കര എക്സ്പ്രഷനുള്ളൊരു പാട്ടാണിത്. പിന്നെ ഇതിൽ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു, പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു എന്നാണ് പാടിയത്. അവിടെ ബ്രേക്ക് ചെയ്യണ്ട, ബ്രീത്ത് അവിടെ ബ്രേക്ക് ചെയ്യണ്ട. അഥവാ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു ഒക്കെ കുറച്ച് ക്ലെവറായിട്ട് എവിടെ വേർഡ്സ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഒറ്റയടിക്ക് വരേണ്ട മീനിങ് ഉള്ള വേർഡ്സ് അങ്ങനെ തന്നെ പോയിട്ട് നെക്സ്റ്റ് ബ്രീത്ത് എടുക്കണം. അങ്ങനെ കുറച്ച് നമ്മൾ ഒന്ന് ബുദ്ധി പ്രയോഗിച്ച് ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കണം. പിന്നെ എനിക്ക് തരിച്ചു നിന്നു അനുപല്ലവിയിൽ ആ മേലെ എത്തിയിട്ടില്ല. പിന്നെ മൊത്തത്തിൽ എനിക്ക് എക്സ്പ്രഷനാണ് കുറച്ചും കൂടെ വരണം എന്ന് തോന്നിയത്. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ബ്രീത്തിന്റെ ആ ഒരു സംഭവം. ഓക്കെ, ഗുഡ്. താങ്ക് യു ചേച്ചി. താങ്ക് യു പ്രീത മാം. ശ്രീകുമാർ സർ. ആശ യെസ് സർ. ആദ്യം പാടി ഫസ്റ്റ് പല്ലവി പാടി കഴിഞ്ഞിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു സംഗതി എന്തുകൊണ്ട് പാടിയില്ലേ? അത് സ്വന്തം ഒരു സംഗതിയാണല്ലോ. വന്നോളിച്ചിരുന്നു ഇങ്ങനെ പാടി അല്ലേ? എന്തോ പറഞ്ഞു പാടി പാടി പാടിപ്പോയി. അത് ഉദ്ദേശിച്ച് പാടിയാണോ? വന്നുപോയി. മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. അവിടെയൊക്കെ കുറച്ചുകൂടെ ഭാവം വരണം. പിന്നെ അനുപല്ലവിയില് ഗാനനിർജരി കേട്ടു തരിച്ചു നിന്നു, അവിടെ ആ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും ആ ചാരി നിന്നിളം അവിടെയൊക്കെ ഒരു ആ വാക്കിനനുസരിച്ചൊരു ഭാവം ഉണ്ട്. അത് മാത്രം ഒന്ന് പാടിക്ക്. ചാരി നിന്നിളം തെന്നൽ ഇങ്ങനെയായിരുന്നു. താളമടിക്കാൻ പോലും മറന്നു പോയി. ചൈത്ര സുഗന്ധത്തിന്റെ താലവൃന്ദത്തിൽ ഇങ്ങനെയായിരുന്നു. സുഗന്ധത്തിന്റെ ചൈത്ര സുഗന്ധത്തിന്റെ താളവൃന്ദത്തിൽ അത് അവിടെ ആ താലവൃന്ദത്തിൽ ഇവിടെ കിട്ടിയില്ല നമുക്ക്. ആ നേരത്തെ പാടി താളവൃന്ദത്തിൻ താളവൃന്ദത്തിൻ അതുപോലെ നൂപുര പണിഞ്ഞിട്ടു പാനഭാജൻ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമി ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ആലപ്പുഴ താമസിക്കുമ്പോൾ ഈ പാട്ട് വന്ന് എന്നെ പഠിപ്പിച്ചു വീട്ടിൽ ഒരിക്കൽ. മയങ്ങിടുമ്പോൾ എന്ന പോർഷൻ പഠിപ്പിക്കുന്ന എനിക്ക് ഇപ്പോഴും കാതിലിങ്ങനെ നിൽപ്പുണ്ട്. മഴങ്ങിടുമ്പോൾ ഡുംഡുമ്പോൾ എന്ന് പറഞ്ഞ സാധനം എനിക്ക് വരില്ലായിരുന്നു അന്ന്. അപ്പൊ ഈ ചില ഈ റെക്കോർഡുകളൊക്കെ ഈ പഴയ റെക്കോർഡുകൾ ഇങ്ങനെ പൊട്ടിയിട്ട് കുഴിയിൽ വീണ് ഇങ്ങനെ കേൾക്കൂലേ, ഡുംബോൾ ഡുംബോൾ ഡും, അത് മാത്രം ഇങ്ങനെ പാടി എനിക്ക് തരുമായിരുന്നു. അങ്ങനെ പാടി തരുന്നൊരു ഭയങ്കര എന്തൊരു നല്ല മെലഡിയായിരുന്നു അക്കാലത്ത് ഇറങ്ങിയ. ഇതിന്റെ പല്ലവി ഒരു രാഗത്തിലാണ്. ഏത് രാഗമാ? അതിനൊരു വേറൊരു ഞാൻ പാട്ട് പാടിത്തരാം, ദേവരാമാഷയുടെ അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പോവേ. എന്ത് രാഗമാണ് ഇത് രണ്ടും? ബാക്കി എന്റെ പല്ലവി ഈ ഇന്നലെ നീങ്ങളുടെ പല്ലവി ഒരു രാഗമാണ്, പക്ഷെ ബാക്കിയുള്ളതൊക്കെ വേറെ രാഗമാണ്. ക്ലാസിക്കൽ പഠിക്കുന്ന ഉണ്ടോന്ന് എനിക്കറിയാം. കറക്റ്റ്. അത്
ധൈര്യമായിട്ട് പറഞ്ഞാൽ പോരെ? വികട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീകുമാർ സർ. അപ്പോൾ ഇനി അധികം വൈകിക്കാതെ മാർക്സ് അറിയാമല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പോൾ അധികം നെർവസ് ആക്കുന്നില്ല. ശ്രീകുമാർ സർ, അത് കഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ആശയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് 37. താങ്ക് യു സർ. പ്രീത മാം 38. So, 75 out of 100 satisfied. Not much. അല്ലേ? നോ പ്രോബ്ലം. എന്തായാലും ഒരു എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുള്ളൊരു വേദിയല്ലേ ഇത്. മോർ ദാൻ മാർക്സ് അല്ലേ, എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സിനൊക്കെ ഉള്ളൊരു വേദിയാണിത്. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. യു ഹാവ് മച്ച് മോർ സ്റ്റേജസ് ടു ഗോ. അപ്പോൾ അതിൽ യു ക്യാൻ ഗിവ് ബെറ്റർ ദാൻ ദ ബെസ്റ്റ് യു ഹാവ്. ആസൂസിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യം കണ്ട ഏറ്റവും മോശം ഭരണകൂടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതെന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ പങ്കാളിയായ ശിവസേന. സാധാരണക്കാരന്റെ ദുരിതങ്ങൾ മനസ്സിലാക്കാത്ത മുഖ്യമന്ത്രി ഫട്നാവിസ് മഹാരാഷ്ട്രയ്ക്ക് അപമാനമാണെന്നും ഉദ്ധവ് തുറന്നടിച്ചു. മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ കേന്ദ്ര സംസ്ഥാന BJP സർക്കാരുകൾക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ചത്. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ രാജ്യത്തെ സൈനികർ നടത്തിയ ആക്രമണത്തിന്റെ നേട്ടം അനർഹമായി കൈയടക്കുകയാണ് മോദി ചെയ്തതെന്നും ഉദ്ധവ് ആരോപിച്ചു. നോട്ട് നിരോധനം കള്ളപ്പണക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉദ്ധവിന് അത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചും കളിയാക്കിയിരുന്നു. എന്നാൽ നോട്ട് നിരോധനം മൂലം സാധാരണക്കാർ അനുഭവിച്ച യാതനകൾ അക്കമിട്ട് നിരത്തിയ ശിവസേന നേതാവ് മുഖ്യമന്ത്രി ഫട്നാവിസ് മഹാരാഷ്ട്രയ്ക്ക് അപമാനമാണെന്നും തുറന്നടിച്ചു. കേരളത്തിന് അന്യമായ മലയാള ഭാഷയും തനത് സംസ്കാരവും പുനരുദ്ധരിക്കുന്നത് മുംബൈ പോലുള്ള നഗരങ്ങളിലാണെന്ന് പ്രശസ്ത സംവിധായകൻ രാജസേനൻ. വൈകുന്നേരങ്ങളിൽ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ നാടായി കേരളം മാറിയെന്നും രാജസേനൻ. മുംബൈ ഉപനഗരമായ ഡോംബിവിലി കേരളീയ സമാജത്തിന്റെ 68ാം വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു നടനും സംവിധായകനും ഗായകനുമായ രാജസേനൻ. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ സാംസ്കാരിക ഇടപെടലുകൾ നടക്കുന്ന നഗരത്തെ വാനോളം പുകഴ്ത്തിയാണ് പ്രശസ്ത സംവിധായകൻ രാജസേനൻ പ്രസംഗം തുടങ്ങിയത്. പലപ്പോഴും കേരളം മിസ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനിപ്പോ കേരളത്തിൽ നിൽക്കുന്നതിനേക്കാളും സന്തോഷവാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇത്രയും മലയാളികൾ കേരളത്തിൽ ഒന്നിച്ചു കൂടണമെങ്കിൽ ഒന്നുകിൽ ആ വേദിയിൽ ഒരു മമ്മൂട്ടി വരണം, അല്ലെങ്കിൽ മോഹൻലാൽ വരണം. ഒരു രാജസേനൻ വന്നതുകൊണ്ടൊന്നും കേരളത്തിൽ ഇത്രയാണെന്നും അയാള് പണ്ട് കുറെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ പടമൊന്നുമില്ല. ഇങ്ങനെ മലയാളികൾ മറന്നുപോകുന്ന മലയാള ഭാഷയെയും തനത് സംസ്കാരത്തെയും പുനരുദ്ധരിക്കുന്നത് മുംബൈ പോലുള്ള നഗരങ്ങളിലാണെന്ന് രാജസേനൻ പറഞ്ഞു. ഇതാണ് മാതൃക. ഈ മാതൃക ജനങ്ങൾക്ക്, നമ്മുടെ മലയാളികൾക്ക് കാണിച്ചു കൊടുക്കണം. മറുനാടൻ മലയാളി എങ്ങനെ ജീവിക്കുന്നു, വിദേശ മലയാളി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. മലയാളത്തിൽ ഇറങ്ങുന്ന സീരിയൽ പരിപാടികളെ വിമർശിക്കാനും കുടുംബചിത്രങ്ങളുടെ സംവിധായകൻ മറന്നില്ല. TV സീരിയൽ എന്ന് പറയുന്നത് ഒരു മോശം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മലയാളത്തിൽ ഇറങ്ങുന്ന TV സീരിയൽ എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു പരസ്യം കണ്ടു. ചിതറിപ്പോയ 3 പെൺകുട്ടികളുടെ കഥ പറയുന്ന സീരിയൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ചിതറിപ്പോയ കുട്ടികളുടെ കഥ മാത്രമേ നമുക്ക് കാണാൻ താല്പര്യമുള്ളൂ? അത് 1,00,000-ലൊന്നോ അല്ലെങ്കിൽ 10,00,000-ലൊന്നോ 2 ഒക്കെ ചിതറിയൊക്കെ പോകാറുണ്ട്. കുറെ കയ്യിലിരിക്കൊണ്ട് പോകുന്നതും കൂടെയാണ്. പക്ഷേ അതല്ലാതെ ചിതറിപ്പോകാൻ. വൈകുന്നേരങ്ങളിൽ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ നാടായി കേരളം മാറിയെന്ന് രാജസേനൻ കുറ്റപ്പെടുത്തി. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സപ്താഹത്തെയും കണക്കിന് കളിയാക്കിയാണ് രാജസേനൻ പ്രസംഗം നടത്തിയത്. നല്ല വിവരമുള്ള ഒരാൾ വന്നിട്ട് സപ്താഹം പറയും. രാവിലെ ഒരു 8 മണിക്ക് സപ്താഹം കേൾക്കാൻ വേണ്ടി സഹോദരിമാർ വരും. വരുന്നത് പ്രഭാത ഭക്ഷണമുണ്ട്. അവിടെ മൃഷ്ടാനം, ഇഡലിയും വടയും ചമ്മന്തി അടിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നൊരു 1 മണിക്കൂർ കഷ്ടിച്ചിരുന്നിട്ട് ഒരൊറ്റ മുങ്ങലാണ്. പിന്നെ ഈ പ്രഭാഷണം പറയുന്ന ചേട്ടൻ മാത്രം അവിടെ കാണാം. ഒരു 12:30 മണിയാകുമ്പോ വീണ്ടും വരും. വന്ന് കുറേ നേരം
അവിടെ ഇരുന്ന് മൃഷ്ടാനം അടപ്രഥമനോടുകൂടി സദ്യ ഇട്ടിട്ട് ഒരു കോട്ടുവായൊക്കെ ഇട്ടിട്ട് അവിടുന്ന് നേരെ പോയി കിടന്നു. അപ്പോഴും അദ്ദേഹം അവിടെ പാണ്ഡിത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ കേരളം നേരിടുന്ന മൂല്യച്യുതിയെക്കുറിച്ച് രാജസേനൻ ഇങ്ങനെ പറഞ്ഞു. വെറും കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടൊരു മനസ്സ്, വെറും ജാതിമത ചിന്തകൾക്ക് അടിമപ്പെട്ടൊരു മനസ്സ്, അവരെയാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നത്. അല്ലാതെ ഇതിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന മലയാളികളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വേദനയാണ് ഉണ്ടാക്കുന്നത്. 90കളുടെ തുടക്കത്തിൽ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത സംവിധായകനായിരുന്നു രാജസേനൻ. ജയറാം രാജസേനൻ കൂട്ടുകെട്ടിൽ നർമ്മത്തിന്റെ വെമ്പടിയോടെ ഹിറ്റ് സിനിമകൾ മാത്രം ഇറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു മലയാളത്തിൽ. എന്നാൽ വന്ന വഴി മറന്നുപോയ നടനാണ് ജയറാം എന്നാണ് രാജസേനൻ പറയുന്നത്. ഒരു നായകനെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ എത്ര രാത്രികൾ ഒരു തിരക്കഥാകൃത്തും സംവിധായകനും ഉറക്കൊഴിഞ്ഞാലാണ് അത് സംഭവിക്കുക, എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഒരു താരമുണ്ടാകുക എന്നുള്ളത് പലപ്പോഴും താരങ്ങൾ മറന്നു പോകുന്നു. അതിൽ പ്രധാനമായിട്ടും മറന്നുപോയത് ജയറാമാണ്. അതുകൊണ്ട് ജയറാമായിട്ട് മറ്റൊരു സിനിമ ഇല്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്താ പറയുക, പിണങ്ങിയിരിക്കുന്ന പോലെയൊക്കെയാണ്. മതസൗഹാർദ്ദങ്ങൾ നിലനിൽക്കണമെന്നും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അടിമപ്പെട്ട ജനതയെ കേരളം അധപ്പതിക്കരുതെന്നും രാജസേനൻ ഓർമ്മപ്പെടുത്തി. ഡോംബിവിലി കേരളീയ സമാജത്തിന്റെ 68ാം വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ചലച്ചിത്ര സംവിധായകൻ രാജസേനൻ. ചടങ്ങിൽ പഴയ ഗാനങ്ങൾ ആലപിച്ച് സദസ്സിനെ രസിപ്പിച്ചാണ് രാജസേനൻ മടങ്ങിയത്. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. മുംബൈയിൽ മലയാളം ടെലിവിഷൻ പുരസ്കാരത്തിനായി വേദിയൊരുങ്ങുന്നു. ഫെബ്രുവരി 25-ന് വാഷി വിഷ്ണുദാസ് ബാവെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരദാനം നിർവഹിക്കുമെന്ന് ജൂറി ചെയർമാൻ മനോജ് മാളവിക പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിക്കും. കൂടാതെ മാധ്യമ പുരസ്കാരത്തിന് നികേഷ് കുമാറും സിനിമാ താരങ്ങളായ ലാലു അലക്സ്, സേതുലക്ഷ്മി എന്നിവരെ ആജീവനാന്ത പുരസ്കാരം നൽകിയും ചടങ്ങിൽ ആദരിക്കും. ടെലിവിഷൻ രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ കൂടാതെ മുംബൈയിലെ കലാപ്രതിഭകളെയും അംഗീകരിക്കുന്ന വേദി കൂടിയാവും പുരസ്കാരദാന ചടങ്ങ്. നവി മുംബൈയെ പീതാഭമാക്കി ശ്രീനാരായണ മന്ദിരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗുരുദേവഗിരി തീർത്ഥാടനത്തിന് പരിസമാപ്തിയായി. നഗരത്തിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയുടെ പ്രകടന വേദി കൂടിയായി ഘോഷയാത്ര. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നവി മുംബൈയിൽ നിന്നുമായി പീതാംബരധാരികളായി പീതവർണ്ണക്കുടയും ചൂടിയെത്തിയ 7000-ലധികം ഗുരുഭക്തർ നിരൂൾ നഗരത്തെ പീതാഭമാക്കി. ശിവഗിരി മുകളിൽ വാഴും ദേവാ ശരണം തരണം ഗുരുദേവാ, അവശജനത്തിൻ അഭയം നൽകാൻ ജന്മമെടുത്തൊരു ഗുരുദേവാ. ഈ വർഷത്തെ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ 16ാമത് തീർത്ഥാടനമാണ്. 16ാമത് ഗുരുദേവ തീർത്ഥാടനം. ഈ തീർത്ഥാടനവും മറ്റ് തീർത്ഥാടനവുമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഗുരുദേവൻ നിഷ്കർഷിച്ച രീതിയിലുള്ള തീർത്ഥാടന വിഷയങ്ങൾ അധികരിച്ച് ചർച്ചകളും അതുപോലെ തന്നെ സെമിനാറുകളൊക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു തീർത്ഥാടനം. നിശ്ചല ദൃശ്യങ്ങൾ, പമ്പമേളം, കാവടിയാട്ടം, നാഗസ്വരം, താലപ്പൊലി ഏന്തിയ വനിതകൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. 16ാമത് ഗുരുദേവഗിരി തീർത്ഥാടനം ആഘോഷിക്കുന്ന വേളയാണിത്. ശ്രീനാരായണ മന്ദിരസമിതിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദിരസമിതി നാനാജാതി മതസ്ഥരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മതഭേദമോ ജാതിഭേദമോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇത്രയും വലിയൊരു പ്രൊസഷനാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. 4000-5000-ൽ പരം ആളുകൾ ഇവിടെ വരികയായി ഇപ്പോൾ ഈ സംഘടനത്തിൽ എത്തിച്ചേരും. ഇതെല്ലാം കാണിക്കുന്നത് ഒരു വലിയൊരു പുതിയ ഉണർവും പുതിയൊരു ഉജ്ജ്വലതയും പുതിയൊരു വിശ്വാസവും നമ്മുടെ ആളുകളിൽ എല്ലാവരും വന്നിരിക്കുകയാണ്. ചെണ്ടമേളം, മുത്തുക്കുട, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടുകൂടി അലങ്കരിച്ച തേരിൽ ഗുരുദേവ ഛായാചിത്രം വഹിച്ചുകൊണ്ട് ഗുരുദേവ മന്ത്രങ്ങൾ ഉരുവിട്ട് പീതാംബരധാരികളായ ഭക്തർ അണിനിരന്നപ്പോൾ നഗരത്തിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയുടെ
പ്രകടനവേദി കൂടിയായി ഈ ഘോഷയാത്ര മാറി. അംശുമ്പയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മുംബൈ വാർത്തകളുമായി എല്ലാ വെള്ളിയാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈരളി ടിവിയിലും.